ബാഴ്സലോണയുടെ സൂപ്പർ താരത്തെ റാഞ്ചാൻ ഒരുങ്ങിയിരിക്കുകയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ആ ഒരു പൊസിഷൻ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ പുതിയൊരു ലെഫ്റ്റ് ബാക്കിനെ ടീമിലേക്ക് എത്തിക്കുമെന്ന് വാർത്തകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്നത്, അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി, ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുന്നത് ബാഴ്സലോണയുടെ അക്കാഡമിയിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള അലജാൻഡ്രോ ബാൽഡെ എന്ന താരമാണ്. അലജാൻഡ്രോ ബാൽഡെ ഇപ്പോൾ സ്ഥിരമായിട്ട് ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കുന്ന ഒരു താരമാണ്. വളരെ മികച്ച പേസുള്ള, വളരെ മികച്ച രീതിയിൽ ഡിഫെൻഡിങ് ചെയ്യാൻ പറ്റുന്ന, വളരെ മികച്ച രീതിയിൽ ക്രോസ് ചെയ്യാൻ പറ്റുന്ന, അത് മാത്രമല്ല നല്ല ഷൂട്ടുകൾ ഉതിർക്കാൻ പറ്റുന്ന ഒരു താരമാണ് അലജാൻഡ്രോ ബാൽഡെ. അപ്പോൾ അലജാൻഡ്രോ ബാൽഡെ ആണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. 2028 വരെയാണ് ബാഴ്സലോണയുമായിട്ട് താരത്തിന് കോൺട്രാക്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇനി 2 സീസൺ കൂടിയാണ് കോൺട്രാക്റ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ബാഴ്സലോണയെ സംബന്ധിച്ച് നിലവിലെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒക്കെ വെച്ചിട്ട് നല്ലൊരു പ്രൈസ് എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ, നല്ലൊരു എമൗണ്ട് യുണൈറ്റഡ് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ട്രാൻസ്ഫർ നടക്കുമെന്ന രീതിയിലാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മൊത്തം ബാഴ്സലോണയ്ക്ക് വേണ്ടി 158 മത്സരങ്ങൾ താരം കളിച്ചിട്ടുണ്ട്. 3 ഗോളുകൾ മാത്രമാണ് നേടിയിട്ടുള്ളത്. ഒരു യുവതാരമാണ് അലജാൻഡ്രോ ബാൽഡെ, അല്ലെ? വെറും 22 വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ താരത്തിന് പൊട്ടൻഷ്യൽ നമ്മൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ 2028 വരെയുള്ള കോൺട്രാക്ട് ആയതുകൊണ്ട് തന്നെ 40 മില്യൺ യൂറോസ് കൊടുത്തിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരത്തെ ടീമിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്റർ മിലാൻ താരത്തിന് വേണ്ടി രംഗത്തിലുണ്ട്. അവർ കുറച്ച് കൂടുതൽ എമൗണ്ട് നൽകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ബാഴ്സയെ സംബന്ധിച്ച് കൂടുതൽ എമൗണ്ട് ആര് നൽകുമോ അവർക്കായിരിക്കും ബാഴ്സ കൊടുക്കാനുള്ള സാധ്യത കാണുന്നത് എന്നാണ് പല മാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്, അലജാൻഡ്രോ ബാൽഡെ ഒരു അക്കാഡമി പ്ലെയർ ആണ്. ബാഴ്സയിൽ അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താരം ബാഴ്സ വിട്ടു പോകാനുള്ള സാധ്യത കുറവാണ്. എന്നാൽ എവിടെയാണ് സാധ്യതകൾ തെളിഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട കാര്യം റാഷ്ഫോർഡാണ്. ബാഴ്സയെ സംബന്ധിച്ച് അവരുടെ അറ്റാക്കിങ്ങിൽ റാഷ്ഫോർഡിനെ പോലെ ഒരു പ്ലെയറിനെ 30 മില്യൺ യൂറോ കൊടുത്തു കഴിഞ്ഞാൽ ടീമിൽ നിലനിർത്താൻ കഴിയും. നിലവിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് ലോണിൽ വന്ന് കളിക്കുന്ന താരമാണ് റാഷ്ഫോർഡ്. അപ്പോൾ റാഷ്ഫോർഡ് നിലനിർത്തണമെങ്കിൽ 30 മില്യൺ കൊടുത്താൽ മതി. റാഷ്ഫോർഡിന്റെ ആ ഒരു കോൺട്രാക്റ്റിൽ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ബാഴ്സയെ സംബന്ധിച്ച് ബാഴ്സ 30 മില്യൺ കൊടുക്കാതെ എക്സ്ട്രാ ഒരു 20 മില്യൺ വാങ്ങിയിട്ട് ഒരു ഷോപ്പ് ഡീല് നടത്താനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബാഴ്സയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വെച്ചിട്ട് ബാഴ്സയെ സംബന്ധിച്ച് ഒരു സെൻറ്റർ ബാക്കിനെ, അതുപോലെ തന്നെ ഒരു ഫോർവേഡിനൊക്കെ സൈൻ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് മാത്രമല്ല അക്കാഡമിയിൽ വേറെയും, അതായത് ബാഴ്സയുടെ ലാമാസ അക്കാഡമിയിൽ വേറെയും വിങ് ബാക്കുകളുണ്ട്. അത് മാത്രമല്ല ജെറാഡ് മാർട്ടിൻ നല്ലൊരു പ്ലെയർ ആണ്. അദ്ദേഹം വിങ് ബാക്കാണ്, അദ്ദേഹത്തിൻ്റെ നാച്ചുറൽ പൊസിഷൻ ആ ഒരു ലെഫ്റ്റ് വിങ് ബാക്ക്. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് വിങ് ബാക്ക് പൊസിഷനിലേക്ക് പുതിയതായിട്ട് ബാഴ്സയെ സംബന്ധിച്ച് പുതിയ താരങ്ങളെ ഒന്നും കൊണ്ടുവരാനുള്ള പ്ലാൻ ഇല്ല. അവരെ സംബന്ധിച്ച് സെൻറ്റർ ബാക്കിൽ ഒരു പ്ലെയറെ കൊണ്ടുവരണം, സെൻറ്റർ ഫോർവേഡിൽ ഒരു പ്ലെയറെ കൊണ്ടുവരണം, ഒപ്പം വിങ്ങർ ആയിട്ടുള്ള റാഷ്ഫോർഡിനെ നിലനിർത്തുകയും വേണം. അപ്പോൾ റാഷ്ഫോർഡിനെ നൽകിക്കൊണ്ട് ഒരു 20 മില്യൺ അല്ലെങ്കിൽ അതിന് മുകളിൽ ഒരു തുക നൽകിക്കൊണ്ട് ഈ ഒരു ബാൽഡെ സ്വന്തമാക്കാനുള്ള ഒരു പദ്ധതിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇപ്പോൾ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അലജാൻഡ്രോ ബാൽഡെ നല്ലൊരു ഓപ്ഷനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച്. ഈ സീസണിൽ ഇതുവരെ 32ഓളം മത്സരങ്ങൾ ബാഴ്സയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. താരം സ്ഥിരമായിട്ട് ബാഴ്സയ്ക്ക് വേണ്ടി കളിക്കാറുണ്ട്. ഹാൻസി ഫ്ലിക്ക് താരത്തെ സ്ഥിരമായിട്ട് ബാഴ്സയ്ക്ക് വേണ്ടി കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് അവസരം കിട്ടുന്ന ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു ടാലൻ്റ് ആണ് അലജാൻഡ്രോ ബാൽഡെ. 22 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പീക്ക് പെർഫോമൻസിലേക്ക് അദ്ദേഹം പൊയ്ക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഒരു പക്ഷേ അടുത്ത സീസണിലൊക്കെ വളരെ മികച്ച പെർഫോമൻസ് താരത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞേക്കാം. അപ്പോൾ അങ്ങനത്തെ സാഹചര്യം മുന്നിൽ കണ്ടിട്ടാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് താരത്തിന് വേണ്ടി ഒരു ശ്രമം നടത്താനുള്ളൊരു നീക്കങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ച് അവർക്ക് ഒരു വിങ് ബാക്കിനെയാണ് ആവശ്യം. അവരിപ്പോൾ അവരുടെ ഫസ്റ്റ് പ്രയോറിറ്റി അലജാൻഡ്രോ ബാൽഡെയാണ്. 40 മില്യൺ വരെ കൊടുക്കാനും അവർ തയ്യാറാണ്. ഇതുപോലൊരു ഷോപ്പിംഗ് ഡീൽ, അതായത് റാഷ്ഫോർഡിനെ കൊടുത്തുകൊണ്ട് ഒപ്പം കുറച്ച് എമൗണ്ട്, ഒരു 20 മില്യൺ അതിന് മുകളിൽ ഒരു എമൗണ്ട് നൽകിക്കൊണ്ട് താരത്തെ സ്വന്തമാക്കാനുള്ള ഒരു പ്ലാനും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ നടക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിൽ അത് കമൻറ്റിലേക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫൂട്ടേൽ.